എല്ലാവർക്കും ലഭിച്ചു. പക്ഷേ 2025 മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി പതിയെ വരുമാനം ലഭിക്കുന്നത് നിലച്ചു തുടങ്ങി. ഇതോടുകൂടി നിക്ഷേപകർ സംഘടിച്ചു. സംസ്ഥാനത്തെമ്പാടുമായി 25ലധികം FIRകളാണ് നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്പർശ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കൂട്ടം നിക്ഷേപകർ നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ഇത് എത്ര രൂപയാണ് നിങ്ങൾ നഷ്ടപ്പെട്ടത്? എങ്ങനെയായിരുന്നു ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്? ഞാൻ 3 ലക്ഷമാണ് കൊടുത്തത്. 3 ലക്ഷം കൊടുത്തിട്ട് എനിക്ക് കിട്ടിയത് കുറച്ച് പൈസ കിട്ടിയിട്ടുള്ളൂ. 3 ലക്ഷത്തിന് എനിക്ക് ദിവസം വെച്ചിട്ട് 2700 ആയിരുന്നു കിട്ടിയിരുന്നത്. അത് കുറച്ച് കിട്ടിക്കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് നിന്നും ചെയ്ത്. പിന്നെ അവർ പറഞ്ഞത് പെട്ടെന്ന് തരും എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണ്. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളാണ് ഇതിലേക്ക് ചേർത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരുപാട് സങ്കടത്തോടും എൻ്റെ മോളൊരു സുഖമില്ലാത്തൊരു കുട്ടിയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്വർണ്ണം ബാങ്കിൽ വെച്ചിട്ടാണ് 3 ലക്ഷം കൊടുത്തത്. ഒരുപാട് പ്രയാസത്തോടു കൂടെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് വന്നത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മെനക്കെട്ടത്. പക്ഷേ ഒരിക്കലും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രാകേഷിൻ്റെ വീട്ടിലൊക്കെ പോയി ഒരുപാട് പറഞ്ഞ് ഒരു അമ്മനോടൊക്കെ പറഞ്ഞ് കുറച്ച് പൈസ ഒക്കെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഒരു ദിവസം 2700 വെച്ചിട്ടാണ് വരുന്നത്. ഞങ്ങൾ ദിവസം നേരം പോലത്തെ 10 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങളെ ഫോൺ നോക്കും. അപ്പോൾ ദിവസം 2700 വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ അറിയാതെ ഇതിൽ പെട്ടുപോയതാണ്. ഞങ്ങൾക്ക് ആ ഒരു സങ്കടം ഞങ്ങളെ മനസ്സിൽ നിന്ന് മാറി. ഞങ്ങളെപ്പോലത്തെ ഒരുപാട് പാവങ്ങളുണ്ട് ഇതിൽ. ഒരുപാടെന്ന് പറഞ്ഞാൽ 1 ലക്ഷം ഇട്ടതും 50,000 ഇട്ടതും തൊഴിലുറപ്പിനുള്ള ആൾക്കാർ 6,000 12,000 ഇട്ടവരെ സങ്കടം ഞങ്ങളെ 3 ലക്ഷത്തിനേക്കാളും അപ്പുറമാണ്. അവർ കരയുന്നത് കണ്ടിട്ട് സങ്കടമായിപ്പോയി. അത്രയും ഒരു പ്രയാസം തോന്നിപ്പോയി. 2023 അരക്കണറിൽ സാബിറ എന്ന ലേഡിയാണ് ഈ രാകേഷിനെയും രാജേഷിനെയും ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നത്. ആ പരിചയപ്പെടുത്തിയ സ്ഥാനത്ത് ഇവർ 25 വർഷമായിട്ട് നടത്തുന്ന ജ്വല്ലറി അവർക്ക് കൊടുക്കുകയും ആ ജ്വല്ലറീൻ്റെ വിശ്വാസത്താൽ ജനങ്ങൾ മുഴുവനും അവരെ വിശ്വസിക്കുകയും ജനങ്ങൾ 5000-ഓളം ജനങ്ങൾ ഇന്ന് നമ്മളുടെ കൂടെ ഞങ്ങളൊരു കോർ കമ്മിറ്റി സ്വരൂപിക്കുകയും ആ കോർ കമ്മിറ്റിയിൽ ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെയുള്ള ജനങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി പലതരം സമയങ്ങളിലായിട്ട് രാജേഷിൻ്റെ വീട്ടിലേക്ക് പോവുകയും എടുക്കുകയും ചെയ്യണം. ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ സ്ഥാനമാനങ്ങൾ ഞങ്ങൾ വഹിച്ചു. 5 മീറ്റിങ്ങുകൾ ഞങ്ങൾ നടത്തി. ഈ സാബിറ എന്ന സ്ത്രീയാണ് ഇവരെ നല്ല ബ്രദർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി സമൂഹത്തിൽ ഇന്ന് കൊടുക്കാൻ പാടില്ലാത്ത ഒരു ജ്വല്ലറിക്ക് പബ്ലിക്കിൽ നിന്ന് ഒരു കാരണവശാലും പബ്ലിക്കിൽ നിന്ന് പണം ശേഖരിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് അവർ പണം സ്വീകരിച്ചതും ഈ പണം അവർക്ക് നിക്ഷേപിച്ച ആളുകൾക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് വലിയ ഒരു ഇൻവെസ്റ്റിൻ്റെ പേരിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഒട്ടും സ്വീകാര്യമല്ല. ഗവൺമെൻറ്റിനോ പഞ്ചായത്തിനോ മറ്റടിസ്ഥാനങ്ങൾക്ക് ഒരു കാരണവശാലും സ്വീകാര്യമല്ലാത്ത രീതിയിലാണ് ജനങ്ങൾക്ക് കൊടുത്തിട്ട് ജനങ്ങളെ കമ്പിളിപ്പിക്കുകയായിരുന്നു. തന്നെയുമല്ല, ബാങ്ക് ഫീസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് 2 വർഷത്തോളം അവർ പൂട്ടി വെച്ചിട്ട് ആ ഒരു കാരണവശാലും ആ ബാങ്ക് പൂട്ടി വെക്കുക ഫീസ് ചെയ്തിട്ടില്ല. അവർ ആ പണം മറിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ രണ്ടാമത് ഒരു കമ്പനി കൊണ്ടുവന്ന് കൊടുക്കാനുള്ള ആളുകളുടെ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഹൈക്കോടതിയിലെ വക്കീലിൻ്റെ അടുക്കൽ പോയി ഇവരുടെ ഓഫീസിൽ പലതരം പ്രാവശ്യമായിട്ട് ഞങ്ങൾ പോയി. MDയുമായിട്ട് ഞങ്ങൾ പല ഹോട്ടലുകളും ഞങ്ങൾ ഇരുന്നു. ഇതിനു വേണ്ട ഒരുപാട് കാരണങ്ങൾ ഇവർ പറഞ്ഞ് ഞങ്ങളെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അവസാന നിമിഷം ഞാൻ 5 ലക്ഷം രൂപ ഈ സ്പർശ ഗോൾഡിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ളവർ 5 കോടിയും 2 കോടിയും ഒക്കെ നിക്ഷേപിച്ച ആളുകളാണ്. അവർ പല ആളുകളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടാണ് ഈ കമ്പനിക്ക് കൊടുക്കുന്നത്. ഇന്ന് അവർ നമ്മളോട് കാണിക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള വാക്കുകളും ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ പക്കത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത്. അവർ ഈ ആദ്യം ഉള്ള ടീമിനെ വെച്ചിട്ട് അവർ രണ്ടാമത്തെ ഒരു കമ്പനി സ്വരൂപിക്കുകയല്ല ചെയ്തത്. ആദ്യമുള്ള ആളുകളെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് പുതിയ ആളുകളിൽ നിന്ന് നിക്ഷേപം വാങ്ങിച്ചിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ വയലൻ്റ് ആവുന്നത്. ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പോകുന്നത് അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് 2002 അവർ സ്റ്റാർട്ട് ചെയ്തത്. 2003 ആദ്യമായിട്ട് നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജ്വല്ലറി അവർ ഏറ്റെടുക്കുന്നത്. ഇതെല്ലാ ജ്വല്ലറിയും കൺസോർഷ്യനിലാണ് വരുന്നത്. ഈ കൺസോർഷൻ എന്ന് പറഞ്ഞാൽ 10 ആൾക്കാർ ചേരുന്ന 10 ലക്ഷം റുപ്യ വരുന്ന 1 കോടിൻ്റെ ഒരു കൺസോർഷനാണ് അവരുണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ട് 9ഓളം ജ്വല്ലറികൾ അവർ കേരളത്തിൽ മൊത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ഈ ജ്വല്ലറികൾ കാണിച്ചുകൊണ്ടാണ് അവർ മാക്സിമം ആൾക്കാരുടെ അടുത്ത് നിന്ന് പണം പിരിച്ചിട്ട് കൊണ്ടിരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ചാനലുകൾ 24 റിപ്പോർട്ട് ചാനൽ ഇതിലൊക്കെ ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ട് ദിവസം പരസ്യങ്ങളാണ്. ദിവസം നമ്മൾ രാവിലെ നീച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ പരസ്യങ്ങളാണ് കാണുക. അപ്പോൾ എന്താ വെച്ചാൽ ആൾക്കാർ വിശ്വാസത്തിൽ എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ഒരുപാട് ആൾക്കാർ മക്കളിൻ്റെ മകളെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിക്ഷേപിച്ചാണ് 6.25 ലക്ഷം രൂപ ഇട്ടിരുന്നു. ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് ഇത് ഗോൾഡാക്കി മാറ്റാന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന വരുമാനമൊക്കെ അതിലേക്ക് ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ട് ഇവർ 3 പ്രാവശ്യമായിട്ട് ഇതിൻ്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ മാറ്റി സിസ്റ്റത്തിലേക്ക് വന്നു. അതെന്താ വെച്ചാൽ ഓരോന്നും മറ്റൊന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് വാലറ്റിലേക്ക് മാറ്റുന്ന പൈസയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചിട്ട് പുതിയ വാലറ്റ് ഉണ്ടാകും. എന്നിട്ട് അത് അത്രയും വെട്ടി കുറയ്ക്കും. അങ്ങനെ 3 പ്രാവശ്യം വെട്ടി അത് ഞങ്ങൾ ആരും അറിയുന്നില്ല. ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ സോഴ്സുകൾ അറിയുന്ന കാര്യങ്ങളും. ഇപ്പം അവരെന്താ ചെയ്തു വെച്ചാലും മുഖ്യമന്ത്രിൻ്റെ ഇപ്പോൾ അയാൾ ലാസ്റ്റ് പറഞ്ഞ് മുഖ്യമന്ത്രി ആയാലും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പറയുന്നതിലൊന്നും വിചാരിക്കരുത്. എന്താ വെച്ചാൽ നമുക്ക് 1 കോടി ഉറുപ്പിയോളം ഡിപ്പാർട്ട്മെൻറ്റിന് ചിലവഴിച്ചാൽ അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കെതിരെ വരില്ല. അങ്ങനെ തന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. അതേമാതിരി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 35 ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിൻ്റെ വീഡിയോ വെച്ചിട്ടാണ് ഇപ്പോൾ പ്രചരണം നടത്തിയിട്ട് പുതിയ റോയൽ കാസിനോ എന്ന് പറയുന്ന ഒരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയത്, ഒരു പുതിയ പ്രോഗ്രാം ഉണ്ടാക്കിയത്. റിയൽ എസ്റ്റേറ്റ് മറ്റേ ടൂറിസത്തിന് 60 കോടി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ. ഈ കൊടുക്കുന്ന പൈസയൊക്കെ ഉണ്ടായിരുന്ന നമ്മളെ പാവപ്പെട്ടുണ്ട്. ഇതിൽ ക്യാൻസർ രോഗികളുണ്ട്, ഹാർട്ട് ബ്ലോക്കുള്ള ആൾക്കാരുണ്ട്. ഓരോക്കെ നിത്യ ചെലവിന് വേണ്ടിയിട്ടും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇതിൽ കുറച്ച് പൈസ കടം മേടിച്ചിട്ടും പലിശയ്ക്ക് മേടിച്ചിട്ടൊക്കെ ഉണ്ട്. എൻ്റെ വീട് ജപ്തിയിലാണ്, എൻ്റെ മകളെ കല്യാണം ഉണ്ട്. അതൊക്കെ അവർ ആളെ കല്യാണം നടത്തിയെങ്കിലും അതിലൊക്കെ നമുക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാക്കുന്ന. ഇപ്പം ഞാൻ 6.25 ലക്ഷം റുപ്യ പല വട്ടം. പക്ഷേ എനിക്ക് അതിൽ ഇപ്പോൾ ടോട്ടലായിട്ട് തരാനുള്ള 14.25 ലക്ഷം റുപ്യാണ്. എന്താ വെച്ചാൽ ഇതിൽ വന്ന വരുമാനമൊക്കെ അതിൽ തന്നെ കയറ്റിയിട്ട് എന്താ വെച്ചാൽ മകളെ കല്യാണത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ രാകേഷ് എന്ന് പറയുന്ന രജിസ്റ്ററിന് എന്താ വെച്ചാൽ ഇത് ഗോൾഡിലേക്ക് മാറ്റിക്കോളൂ, നിങ്ങൾക്ക് ഗോൾഡാണല്ലോ വേണ്ടേ. ഒരു മാസം മുമ്പേ വരെ പറഞ്ഞെന്താ വെച്ചാൽ കല്യാണത്തിൻ്റെ ഒരു മാസം മുമ്പ് വരെ എൻ്റെ അടുത്ത് പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങളൊന്നിനെ കൊണ്ട് പഠിക്കാം, അതിലൊക്കെ ലേഖകളും കാര്യങ്ങളൊക്കെ എൻ്റെ മൊബൈലിലുണ്ട്, നിങ്ങളൊന്നിനെ കൊണ്ട് പഠിക്കാം, നിങ്ങളെ മകളെ കല്യാണം അടിച്ചു പൊളിച്ചത്. 2 ആഴ്ച ആയപ്പോൾ പറയാം ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് എന്താ വേണ്ട ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ആക്ഷൻ കമ്മിറ്റിയിലേക്ക് കാര്യത്തിലേക്കൊക്കെ പോകുന്നത്. വർഷ ജ്വല്ലറിക്ക് ലൈസൻസ് ഇല്ലാണ്ട് അവർ തുടങ്ങിയിട്ടുള്ളത്. അതിന് കൂട്ടുനിന്ന് സാബിറ പറഞ്ഞ സ്ത്രീയാണ്. എന്നോട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് 4 മാസം എൻ്റെ വൈത്താല നടന്നിട്ട് കൊടുക്കൂലെന്ന് ഞാൻ പറഞ്ഞ പൈസ ലാസ്റ്റ് എന്നോട് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഇടിയിച്ചതാണ്. എന്നോട് പറഞ്ഞത് 900 രൂപ 1 ലക്ഷത്തിന് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയിരുന്നത്. ഇത് നിന്ന ടൈമിനാണ് എന്നെ അതിലേക്ക് കയറ്റിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ ഞാൻ മക്കളായിട്ട് എല്ലാമായിട്ട് ഞാൻ വാടകയ്ക്ക് നിൽക്കുന്ന ആളാണ്, കഷ്ടപ്പാടിൻ്റെതാണ്. ആ ഇതിലേക്കാണ് ഇവർ ഓഫീസിൽ പോയി. ഞാൻ ഈ സാബിറ പറഞ്ഞവർക്ക് ചിലവും കൊടുത്തിട്ടാണ് ഞാൻ അവരെ വീട്ടിലേക്ക് ഞാൻ ഓഫീസിലേക്ക് പോയത്. ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ പറയും അടുത്ത മാസം വരും, പിറ്റത്തെ മാസം വരും, ഇങ്ങനെ പറഞ്ഞു. 18 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ഓഫീസിൽ. ഒരു പ്രാവശ്യം എന്നെ അതിൻ്റെ അകത്ത് എറണാകുളത്ത് സുരഭി ലൈനിൽ ഒരു ഓഫീസിൽ പോയി. അതിന് ശേഷം എന്നെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരു പൂട്ടിയിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ 4-5 പേരെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് പൂട്ടിക്കാഞ്ഞവർ. ലൈറ്റ് ഓഫാക്കി, കറണ്ട് ഓഫാക്കി, എല്ലാം ഇതാക്കിയിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് കുറേ. എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ വരെ എടുത്തിട്ടുണ്ട് ഈ ഉവൈസ് പറഞ്ഞ. ഇവരാണ് ഇതിലെ ഗ്യാങ് മെയിനായിട്ട്. പിന്നെ ഓരോ സ്ഥാപനങ്ങളും മറ്റുള്ള മീറ്റിംഗ് നടക്കുമ്പോൾ ഇത് പറ്റിച്ചാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ പോലീസുകാർ ഒരുക്കി കൂട്ടി. ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് പറയുമ്പോൾ അതിന് ഒരു കൂട്ട് നിൽക്കുന്നില്ല. കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾ അടിക്കാനും പിടിക്കാനായിട്ട് ഗുണ്ടകളായിട്ടാണ് അവർ വരുന്നത്. പിന്നെ നിവൃത്തിയില്ല. ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നിയമം കയ്യിലെടുക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ ജനങ്ങൾ കയ്യിലെടുക്കാൻ, ഞങ്ങൾ ഇറങ്ങാനല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ പൈസ പോയത്. നിക്ഷേപകർക്ക് പറയാനുള്ളത് എന്താണെന്ന് പ്രേക്ഷകർ കേട്ടു. ഇനി സ്പർശ ഗോൾഡ് ഉടമകൾക്ക് പ്രതികരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. നമസ്കാരം. എൻ്റെ പേര് അർജുൻ എന്നാണ്. ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓൺലൈൻ ചാനലിൽ വിളിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ സ്പർശ ഗോൾഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉടമയല്ലേ? അതെ. ഓക്കെ, നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ഒരുപാട് പേരുടെ പരാതികൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ നമ്മുടെ ബൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തു, അവരുടെ പ്രതികരണങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഒരുപാട് പണം കൊണ്ട് അവരെ പറ്റിച്ച് മുങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതികരണം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. താല്പര്യമുണ്ടോ? പ്രതികരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം താങ്കളെ പോലെ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് എതിരായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പല രീതിയിലും പല മീഡിയകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സത്യാവസ്ഥ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും അത് പൂർണ്ണമായിട്ടും നമുക്കത് അനുകൂലമായിട്ടുള്ള രീതി എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ അത് അനുകൂലമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ പറയുന്നത് എന്താണോ അത് രാകേഷ് രവീന്ദ്രൻ നമുക്കൊപ്പം ചിരിക്കുകയാണ്. രാകേഷ്, 350 കോടി രൂപയും കൊണ്ട് നിങ്ങൾ മുങ്ങി എന്നുള്ളതാണ് പരാതിക്കാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത്. എന്താണ് സംഭവിച്ചത് സ്പർശിക്കാൻ?
350 കോടി രൂപയുമായിട്ട് മുങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ എനിക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്പനികളും ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. പൊതുവേ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ ഇതെല്ലാം കൊണ്ട് മുങ്ങുക, അല്ലെങ്കിൽ ഇതെല്ലാം കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അകത്ത് പോയി കിടക്കുക. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ എല്ലാവരും ചെയ്തു പോന്നിട്ടുള്ളൊരു കാര്യം. ഞാനിതിൻ്റെ മിഡിലിൽ നിൽക്കുന്ന കാരണം കൊണ്ട് എനിക്ക് വളരെയധികം സ്ട്രഗിൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അതിപ്പോൾ ലീഗലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ. ഫിസിക്കലി എന്ന് പറയുന്നത് നമ്മളെവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മളെ എടുത്തുകൊണ്ട് പോയിട്ട് പിടിച്ച് പറിച്ചിട്ട് വാങ്ങിക്കാമെന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് ഓരോരുത്തരും. അവർ തെറ്റ് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രഷറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 വർഷമായിട്ട് നമ്മൾ ഫുള്ളി സ്റ്റക്കാണ്. എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ സ്പർശ ഗോൾഡ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ നിക്ഷേപകരോട് സംസാരിച്ചപ്പം അവർ പറഞ്ഞത് ആദ്യമൊക്കെ ക്ലിയർ ആയിരുന്നു, പിന്നെ പെട്ടെന്ന് ഇവർ എന്തൊക്കെയോ തട്ടിപ്പുകൾ നടത്തി പൈസ എങ്ങോട്ടേക്കോ മാറ്റി വിദേശത്തേക്ക് എന്നാണ് നിക്ഷേപകർ പറയുന്നത്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നത്? ആക്ച്വലി സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രസ്ഥാനം വളർന്ന് കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ ആക്ച്വലി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് എമൗണ്ടുകൾ നമ്മുടെ പർച്ചേസിങ് അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ, പർച്ചേസിങ് അഡ്വാൻസാണ്, ഞാനൊരു ഇൻട്രസ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ലാഭവീതം കൊടുക്കാനോ എന്ന് പറയുന്നൊരു സബ്ജക്റ്റേ അല്ല ആക്ച്വലി. കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഡിജിറ്റലി ബുക്ക് ചെയ്യുന്ന ഗോൾഡിനെ ഫിസിക്കലി സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ, നമ്മുടെ ടാഗ് ലൈൻ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഫിജിറ്റൽ ജ്വല്ലറി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്, വലിയൊരു ആശയമാണ്. ആ ആശയത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കുറേ സ്ട്രഗിൾസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് നല്ലവരായ കുറേ ആളുകൾ, ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 11,000 മെമ്പേഴ്സ് ടോട്ടലി നമുക്ക് ഇതിൽ ഫുൾ റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട്. എത്ര ആളുകൾ നമ്മുടെ കയ്യിൽ ക്യാഷ് തന്നു, എത്ര ആളുകൾക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു, അതിൽ കൂടുതൽ എത്ര, ആദ്യം വന്ന 16,000 മെമ്പേഴ്സിൽ ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 മെമ്പേഴ്സിന് നമ്മൾ കൂടുതലായിട്ട് തന്നെ മോർ ദാൻ ബെനിഫിറ്റ്സ്, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന രീതിയിലൊക്കെ ഈ ഗോൾഡിൻ്റെ വാല്യൂ, കാരണം അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 5,120 രൂപയെ ഗ്രാമിനുണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് 13,000 എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഞാൻ ആ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന കസ്റ്റമറിലേക്കാണ്. അങ്ങനെയാണ് അത് ആദ്യത്തെ ഒരു ആശയമാണ്. ഒരു സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിലായിക്കോട്ടെ, വിപണന രീതിയിലായിക്കോട്ടെ, ആ ഒരു ആശയം തന്നെ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ സ്ട്രഗിൾസ് ഇപ്പോൾ സ്വർണ്ണാഭരണ വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ടായി. കസ്റ്റമേഴ്സിന് ഇത് പ്രോപ്പറായിട്ട് പോകാതെ വന്നപ്പോൾ ആക്ച്വലി ബാങ്കുമായിട്ടുള്ള ഫ്രീസാണ് എന്നെ സംബന്ധിച്ച് എനിക്കിത് സ്റ്റക്കാവാനുള്ള കാരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പല രീതിയിലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ, അതുപോലെ തന്നെ ഹവാല മോഡലിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ അക്കൗണ്ടുകളിൽ നിന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻസ് ഫ്രം ദ മോണിറ്ററിങ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മുടെ ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഫ്രീസ് ആവുന്നത്. അപ്പോൾ ഈ ബാങ്ക് ഫ്രീസ് ആയിപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന ആളുകളിലേക്ക് ഇത് അറിയിക്കാതെ ഞാൻ കുറച്ച് കാലം എന്ത് ചെയ്തു, ഇത് അറിയിക്കാതെ നമ്മുടെ ജ്വല്ലറി വഴി ഗോൾഡ് പർച്ചേസ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തു. ഈ കൊടുത്തപ്പോഴും ഇതിൽ നമുക്ക് അഡീഷണലി ബെനിഫിറ്റ് ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മുടെ സെർവറിൽ എന്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എമൗണ്ടുകൾ കൂടുതൽ വന്നിട്ടുള്ള ആളുകളാണ് ഇത് കൂടുതലും എന്ത് ചെയ്തത്, പർച്ചേസ് ചെയ്ത് പോയത്. അതിൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ തന്നിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഫൈനലി വന്നപ്പോൾ നമ്മൾ എന്ത് പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. ഈ ഏത് ബാങ്കാണ് ഈ ബാങ്ക് എപ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ഫ്രീസ് ചെയ്യുന്നത്? ഇത് സംബന്ധിച്ചുള്ള ഇപ്പോൾ കോടതിയിൽ പോയില്ലേ നിങ്ങൾ? കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയിലാണ് കേസ് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു അക്കൗണ്ട് ഉള്ളത് ഡൽഹിയിലാണ്, അതുപോലെ തന്നെ കോയമ്പത്തൂർ ബേസ് ചെയ്തുകൊണ്ടുള്ള അക്കൗണ്ട് ഉണ്ട്. ആവറേജ് അറൗണ്ട് ഒരു 21 CRൻ്റെ അടുത്ത് നമുക്ക് ഫുള്ളി ലോക്ക്ഡാണ് 3-4 ബാങ്കുകളായിട്ട്. അപ്പോൾ ഈ ബാങ്കിൽ നിന്ന് ഇത് റിലീസാവുന്ന സമയം, ബാങ്കിൽ നിന്ന് റിലീസാവാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റ്, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ, ടാക്സ് അടയ്ക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്തു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ആ കാശ് അവിടെ കിടക്കുന്നത് ബാങ്കിന് എപ്പോഴും ഗുണപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിങ്ങനെ മാക്സിമം എന്ത് ചെയ്തുകൊണ്ട് ഏത് പേപ്പർ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാലും ഫൈനലി ഒരു പേപ്പറും കൂടി വേണം, ഇന്ന പോലെ കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞ് ഓരോ ദിവസങ്ങളും എന്ത് ചെയ്യണം. അങ്ങനെ നമ്മൾ ടീമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, ടീമിലൊരു ഓർഗനൈസേഷനിലുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവർ തന്നെ നമ്മൾ പറയുന്നത് ശരിയാണോ എന്നറിയാതെ അവർ തന്നെ ഒരു അഡ്വക്കേറ്റിനെയും CA-കാരനെയും വെച്ചുകൊണ്ട് നമ്മൾ ഈ ബാങ്കിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഈ CA-കാരന് കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാ പേപ്പേഴ്സും നമ്മൾ ഓൾറെഡി ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ പേപ്പറുകളൊക്കെ ആയിട്ട് ഇനി നമ്മൾ ബാങ്കുമായിട്ട് സമീപിച്ച് എത്രയും പെട്ടെന്ന് അത് റിലീസാക്കി തരാമെന്ന് പറയുന്നുണ്ട്. ആ റിലീസാക്കുന്ന സമയം ഓരോ ദിവസം ഇപ്പോൾ കോടതി വഴിയായിട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് കേസുകളും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരുമ്പോൾ അത് പിന്നെയും അത് എന്തായിക്കൊണ്ടിരിക്കുകയാണ്.
എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ഇന്നത്തെ ഇപ്പം കോടതിയിൽ എന്തുകൊണ്ടാണ് കോടതി ഇത് കേസ് നീട്ടിവെക്കുന്നതുകൊണ്ടാണോ ഈ ബാങ്ക് ഫ്രീസിങ് മാറാത്തത്? ഏത് ബാങ്കാണ്? അതാ പറഞ്ഞത്, ആക്സിസ് ബാങ്കും ഇൻഡസ്ഇൻഡ് ബാങ്കും ഉണ്ട്, 2 ബാങ്കുകളായിട്ടാണ്. അപ്പോൾ ഇതിൽ ശരിക്കുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ കമ്പനി നിൽക്കുന്നത് ഡൽഹിയിലാണ്. RR ഗോൾഡ് എന്ന് പറയുന്ന പേരിലാണ് നമ്മളത് ഫോം ചെയ്തത്. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്രാൻഡ് ജ്വല്ലറി ഔട്ട്ലെറ്റുകളാണ്. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് ആരും ക്യാഷായിട്ടോ കാര്യങ്ങളോ തന്നിട്ടില്ല. അതൊരു കൺസോർഷ്യം മോഡലിൽ നമ്മൾ ഒരു കൂട്ടായ്മ വരുമ്പോൾ അവിടെ അവരുടെ പേരിൽ തന്നെ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് അങ്ങനെ 7ഓളം ജ്വല്ലറികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ കൺസോർഷ്യം പോലും വരാതെ നമ്മുടെ കയ്യിലുള്ള ഈ എമൗണ്ടുകൾ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ജ്വല്ലറികളെല്ലാം ഓപ്പൺ ചെയ്തു. വാലറ്റിൽ കൂടെ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു 2-2.5 വർഷക്കാലം നമ്മുടെ കസ്റ്റമേഴ്സ് ആസ്വദിച്ച് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. സ്വർണം മേടിക്കാൻ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു ആശയത്തിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് വന്ന ഒരു കുറച്ച് മെമ്പേഴ്സിന്, ഒരു പകുതിയോളം എബോവ് മെമ്പേഴ്സ്, ഒരു 8000. ഇപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നിക്ഷേപിച്ച ആ എമൗണ്ട് ഉണ്ട്, ഈ നിക്ഷേപിച്ചത് പ്ലസ് ഈ 1 വർഷത്തിനുള്ളിൽ 1 ലക്ഷം നിക്ഷേപിച്ചവർക്ക് എത്ര 1.60 സംതിങ് എന്തോ അറൗണ്ട് ഒരു 1.60. അത് ഗോൾഡ് റേറ്റ് ഫ്ലക്ച്വേഷൻ വരുന്നതിനനുസരിച്ച് ഒരു 50,000-60,000 രൂപയോളം അതിൽ കൂടുതൽ വരും. നമ്മൾ ആക്ച്വലി ഇത് നിക്ഷേപമല്ല. ഇപ്പം ഈ 1 ലക്ഷം രൂപയാണെങ്കിൽ അതിൻ്റെ കിട്ടേണ്ട ബെനിഫിറ്റ് ഉൾപ്പെടെ എത്ര പേർക്ക് എമൗണ്ട് കൊടുക്കാനുണ്ട്, എത്ര കോടി രൂപ കൊടുക്കാനുണ്ട്? അത് ആക്ച്വലി നമുക്കൊരു 8,565 പേരാണ് ടോട്ടലുള്ളത്. അതിൽ നമ്മളിനി കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42,83,53,731 രൂപ എക്സാക്റ്റ് എമൗണ്ട് ഇവരുടെ ബെനിഫിറ്റ് അടക്കം നമ്മൾ കൊടുക്കണം. നമ്മൾ ക്യാപിറ്റൽ മാത്രമായിട്ടാണ് സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അവർ തന്ന പൈസ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു 21,43,94,703 രൂപ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന ഇത് കൊടുക്കാനുള്ള ക്യാപിറ്റൽ കൊടുക്കാനുള്ള എമൗണ്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്കിത് കൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ എന്നെ കയ്യും കാലും നാക്കും മൂക്കൊക്കെ കെട്ടിയിട്ട് വെള്ളത്തിൽ മുക്കി പിടിച്ച് കഴിഞ്ഞാൽ എനിക്കിത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കിത് ഇറങ്ങി ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം വേണം. ഇപ്പോൾ പല പല സ്ഥലങ്ങളിൽ കേസും കാര്യങ്ങളും, പത്രവാർത്തകൾ, അതുപോലെ തന്നെ ന്യൂസ്, ഓരോ ചാനലും ഇപ്പോൾ ഒരാൾ സെൽഫി എടുത്തുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും എന്തും പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് സോഷ്യൽ മീഡിയ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് വളരെ മോശമായ രീതിയിൽ അത് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരാളാണ്, ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. കൊച്ചിയും തൃശ്ശൂരൊക്കെ ആയിട്ടാണ് എൻ്റെ ഫാമിലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലും ഭയപ്പെട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് നിക്ഷേപകരുടെ ഭാഗത്ത് നിന്ന് നോക്കത്തന്നെ അവരിട്ട പൈസയാണ്, അത് അവർക്ക് തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ കേസിന് പോവുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ വന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള ഈ 2 ഓപ്ഷൻ അവരുടെ മുന്നിലുള്ളൂ. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കുക തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1 രൂപ പോലും ഒരാൾക്കും നഷ്ടം വരാത്ത രീതിയിൽ തിരിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഫാമിലിപരമായിട്ടുള്ള എൻ്റെ ബിസിനസ്സാണ്. ഫാമിലിപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 3 ജനറേഷനായിട്ട് കൊണ്ട് തന്നെ ഫാമിലിപരമായിട്ട് ഗോൾഡ് സ്മിത്താണ്, വിശ്വകർമ്മയാണ്, ഞങ്ങൾ മോതിരം പണിക്കാരാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പുതിയൊരു എക്സ്പാൻഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്തപ്പോൾ അതിൽ എനിക്ക് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമത്തിലുള്ള അടിയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വീട്ടുകാരാണെങ്കിലും എന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഫാമിലിപരമായിട്ട് വരുമ്പോൾ അതിൻ്റെ സ്ട്രഗിൾസ് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അവരും കൂടി അതിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ കൂടെ നിൽക്കുന്ന, എന്നെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങളെ സോൾവ് ആക്കാൻ എനിക്ക് സമയമാണ് വേണ്ടത്. ഇതൊക്കെ ചെയ്യാൻ എനിക്കൊരു സമയം കിട്ടണം. സമയം കിട്ടിക്കഴിഞ്ഞാൽ, സമയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഓരോ ദിവസങ്ങളും നീളുന്നത് കൊണ്ട് പല ആളുകളും ഇപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല. പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്തത് ഞാനല്ല. എനിക്കിത് ഇന്ന് തീർന്നു കഴിഞ്ഞാൽ ഞാൻ സമാധാനമായിട്ട് എനിക്കിരിക്കാമല്ലോ. ഞാൻ ആ ഒരു മൈൻഡുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു സാവകാശത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് സ്പ്ലിറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും രീതിയിൽ തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ, നമുക്കൊരു സ്റ്റക്കായ ബിസിനസ്സിൽ നിന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു പേയ്മെൻറ്റോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റില്ല. മറ്റൊരു ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അത് ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ എനിക്കൊരു ബിസിനസ് ചെയ്യണം. ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ വഴികൾ ഇത് ആ ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ. എന്നിരുന്നാൽ പോലും പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ കൂടെ ഞാനിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരെണ്ണം പുതിയത് ഇത് തന്നെ ഓൺലൈനായിട്ട് പ്യുവർലി ചെയ്യാൻ പറ്റുന്ന SGD ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓൾറെഡി കഴിഞ്ഞ വർഷം അത് അനൗൺസ് ചെയ്തതാണ്. കഴിഞ്ഞ ജാനുവരിയിൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല ഈ പറഞ്ഞ പ്രശ്നങ്ങളായിട്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 1.5 വർഷം മുൻപ്
നമ്മളെടുത്തിട്ട ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട് റോയൽ കാസിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡും നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ പാരലലി വർക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നതിൽ കൂടെ എന്തെങ്കിലും ബെനിഫിറ്റ്, അവിടെ ഒരു 9 റൂംസ് ഉണ്ട്, അപ്പോൾ ആ റൂംസ് പോകുന്നതിനനുസരിച്ച് ആളുകളിലേക്ക് പൈസ തിരിച്ചു കൊടുക്കാമെന്നുള്ള കാര്യങ്ങളാണ്. അതിനെപ്പോലും വേറെ രീതിയിലാണ് ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീണ്ടും കാശ് പിരിച്ചുകൊണ്ട് ആ കാശ് തിരിച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളാണ്. നമ്മളിത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ സബ്ജക്റ്റുകൾ ഓപ്പൺ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിൽ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ നമുക്ക് പതിയെ പതിയെ ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾക്ക് നിക്ഷേപകരോട് എന്താണ് പറയാനുള്ളത്? എത്ര സമയത്തുള്ളിൽ നിങ്ങൾക്ക് ഫണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും? ഇപ്പം നമ്മൾ നിക്ഷേപകരെ ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചു. അവരെല്ലാവരും ചോദിക്കുന്നത് എപ്പം തിരിച്ച് കിട്ടുമെന്ന് വെച്ചിട്ടാണ്. എന്തെങ്കിലും ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? എപ്പോഴാണ്? ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പെട്ടെന്ന് ക്ലിയർ ആവും എന്നുള്ള രീതിയിൽ എല്ലാവരോടും 90 ദിവസം 100 ദിവസം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് തവണ എനിക്കത് വാക്ക് മാറ്റി പറയേണ്ടി വന്നിട്ട് ഞാനത് അഡ്മയർ ചെയ്യുന്നു. ഞാൻ കൊടുക്കാനുള്ള കാര്യങ്ങളാണ്, ഞാനത് കൊടുക്കാനും തയ്യാറാണ്. നമ്മളത് കൊടുത്തേ പറ്റൂ. കാരണം ഒരു അന്യൻ്റെ ഒരു പണം നമുക്കതൊരു വേദനാജനകമായ രീതിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മളത് എന്ത് എഫോർട്ട് ഇട്ടും തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം പറഞ്ഞിട്ട് അത് ഇനിയും അവരെ വാക്കുമാറ്റി പറയുന്നതിന് തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ് ഫോം ചെയ്ത് ഇപ്പോൾ ഈ ചിങ്ങമാസത്തോട് കൂടിയിട്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം റൺ ചെയ്ത് വരുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന റോയൽ കാസിന എന്ന് പറയുന്ന ബ്രാൻഡും റൺ ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഈ പറയുന്ന സ്വസ്ഥമായിട്ട് അതിനെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തരെയും വിളിച്ച് അവരുടെ എമൗണ്ടുകൾ തിരിച്ചു കൊടുക്കാൻ അതിനു വേണ്ടി തന്നെ നമ്മളൊരു സെറ്റിൽമെൻറ്റ് വിങ് നമ്മൾ കോടതിയുമായിട്ടും അതുപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ടീമിനെ പോലും നമ്മളത് തേർഡ് പാർട്ടി എന്ന് പറയുന്ന രീതിയിൽ ഏർപ്പെടുത്തി അതിലൂടെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ബാങ്കിൻ്റെ കാര്യങ്ങൾ എന്നാണോ റെഡിയാവുന്നത് അന്ന് ഇതെല്ലാവർക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഒരു ബിസിനസ് ഫോം ചെയ്ത് അത് ഒന്ന് ബ്രേക്ക് ഈവൺ ആയിട്ട് വരുന്ന ഒരു 3 വർഷം ടൈം എന്തായാലും എടുക്കും. ഞാൻ 3 വർഷം കാത്തിരിക്കാനല്ല പറയുന്നത്. എന്നിരുന്നാൽ പോലും ഒരു സബ്ജക്റ്റ് റൺ ചെയ്ത് വരണമെങ്കിൽ ഇപ്പോൾ ഞാൻ 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയ എൻ്റെ സാമ്രാജ്യമാണ് ഒറ്റയടിക്ക് എന്തായത് ഇല്ലാതായി പോയത്. അത് എന്നെ സംബന്ധിച്ച് ഒരു 22 വയസ്സായ ചെറുപ്പക്കാരൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു തകർന്നു പോയത്. അന്നാളിലേ ഉള്ളൊരു ആഗ്രഹമാണ് ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ് ഫേം ഉണ്ടാക്കണം. അത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് സ്വർണം വാങ്ങിക്കാൻ പറ്റണം. അങ്ങനെ ഒരു ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നിർബന്ധിച്ച് മേടിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ല സ്വർണം. അതുപോലെ തന്നെ ടൂറാണെങ്കിലും ഒരാളെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 2 സബ്ജക്റ്റുകളും വെച്ചിട്ടാണ് എൻ്റെ ഇൻഡസ്ട്രി എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഫ്രീ സോണിൽ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ നാളെങ്കിൽ നാളെ തിരിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് എനിക്കുള്ളത്. ഇപ്പോൾ കസ്റ്റമേഴ്സിനാണെങ്കിലും എന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാനായിട്ടുള്ളൊരു അവസരം അല്ലെങ്കിൽ ഒരു സമയം തരുവാണെങ്കിൽ എല്ലാവർക്കും അത് 100% തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ബാധ്യസ്ഥനാണ്. അത് എത്ര കണ്ട് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം ശരിയാണ്, നമ്മൾ അംഗീകരിക്കുന്നു. പല ഫാമിലിയിലും പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മളത് തിരിച്ച് നൽകാൻ തയ്യാറാണ്. അതിന് ഒരു സാവകാശവും അത് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഫ്രീ മൈൻഡ് സെറ്റ്. ഇപ്പോൾ കേസുകൾ പല സ്ഥലത്തുനിന്ന് വരുമ്പോൾ ഇത് പിന്നെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കേസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി സറണ്ടർ ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സറണ്ടർ ചെയ്യുന്നു. സറണ്ടർ ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ശിക്ഷ അനുഭവിക്കണം, പിന്നെ കേസ് നടക്കണം. അത് ഒരുപാട് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അതില്ലാതിരിക്കാനാണ് അത് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ കേസുകൾ വരുമ്പോഴും അത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സത്യം പറയാൻ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വരുമാന സ്രോതസ്സും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിലച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വിറ്റിട്ടാണെങ്കിലും നമ്മളതെല്ലാം കൊടുക്കാമെന്ന് ഒരു പരിധിവരെയൊക്കെ എല്ലാവരോടും നേരിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. എല്ലാവരുമായിട്ട് ലൈവായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്യാനായിട്ടൊരു സൗകര്യം എൻ്റെ പ്രിയ കസ്റ്റമേഴ്സ് തരണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. പണം നൽകാനുണ്ടെന്നും നൽകാനായുള്ള അത്ര പണം ബാങ്ക് അക്കൗണ്ടിലുണ്ടെന്നും ബാങ്ക് അക്കൗണ്ട് ഫ്രീസിംഗ് മാറ്റുന്നതിനുള്ള നിയമപോരാട്ടം തുടരുകയാണെന്നുമാണ് സ്പർശ ഗോൾഡ് ഉടമകൾ പറയുന്നത്. അതേസമയം വരുമാനം ലഭിക്കാത്തതോടുകൂടി പരാതിക്കാർ അനുദിനം വർദ്ധിച്ചു വരികയുമാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ നിതിൻ ഇക്കയോടൊപ്പം അർജുൻ സി വനജ്.